ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വർഷങ്ങളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അപ്ഡേറ്റ് നമ്മുടെ മാർവൽ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ എന്നുള്ള പടത്തിന് മുന്നോടിയായിട്ട് നമ്മുടെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം റീ റിലീസിന് വരാൻ പോവുകയാണ്. അതായത് നമ്മുടെ മാർവൽ ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യം ഇപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് മാർവൽ ചെയ്യാൻ പോവുകയാണ്. അതായത് റീ റിലീസ് എന്നുള്ള ഒരു സംഭവം. ഡിസ്നിയുടെ മറ്റു മൂവീസൊക്കെ റീ റിലീസ് വന്നിട്ടുണ്ടെങ്കിലും അവതാർ തന്നെയാണ് ഡിസ്നിക്കകത്ത് ഏറ്റവും കൂടുതൽ റീ റിലീസ് ചെയ്തിട്ടുള്ളൊരു പടം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മുടെ മാർവലിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള അനാവശ്യ റീ റിലീസ് ഒന്നുമല്ല. അതായത് നമ്മുടെ ഡൂംസ്ഡേ എന്നുള്ളൊരു പടം, അതായത് എൻഡ് ഗെയിമിൻ്റെ ഡയറക്റ്റ് സീക്വലായിട്ടാണ് ഡൂംസ്ഡേ വരാൻ പോകുന്നത്. ഇപ്പോൾ ഒഫീഷ്യൽ ഒരു അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ മാർവലിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് നമ്മുടെ എൻഡ് ഗെയിം എന്നുള്ളൊരു പടം റീ റിലീസ് ചെയ്യാൻ പോകുന്നത്. അതായത് അടുത്ത വർഷം സെപ്റ്റംബർ മാസമാണ് റിലീസ് ചെയ്യാൻ പോകുന്നതെന്ന് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഡേറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും ഡേറ്റ് എനിക്ക് തോന്നുന്നു ഇനി വരുന്ന, അതായത് ഡൂംസ്ഡേ ടീസറും ട്രെയിലറും കാര്യങ്ങളൊക്കെ അങ്ങനെ അടുത്തടുത്ത് വരുന്ന സമയത്തിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പം എൻഡ് ഗെയിം എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻഫിനിറ്റി വാറിൻ്റെ ഒരു സീക്വൽ തന്നെയായിരുന്നു. അപ്പം എൻഡ് ഗെയിം മാത്രമായിട്ട് റിലീസ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ മാസത്തിന് മുന്നേ തന്നെ ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ ഇൻഫിനിറ്റി വാറിൻ്റെ റീ റിലീസും കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു റീ റിലീസ് കാരണം നമ്മൾ അവതാറിനെ കടത്തി വെട്ടി എൻഡ് ഗെയിം എന്നുള്ളൊരു പടം വേൾഡിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന പടമാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ്. കാരണം ഇവിടുത്തെ ഒരു കോമ്പറ്റീഷൻ വരുന്ന പറഞ്ഞാൽ നമ്മുടെ ജെയിംസ് ക്യാമറൺ ഒത്തിരി വട്ടം അവതാർ റിലീസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ ആ കളക്ഷൻ എല്ലാം കൂടെ ചേർത്തിട്ട് തന്നെയാണ് ഇപ്പോൾ ഫൈനലായിട്ടുള്ള ആ ഒരു 2.7 സംതിങ് ആയിട്ടുള്ള ഒരു ബില്യൺ കണക്ക് അവർ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എൻഡ് ഗെയിമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് മന്ത് കൊണ്ട് തന്നെ 1 ബില്യൺ ക്രോസ് ചെയ്തിട്ട് ടോട്ടൽ കളക്ഷൻ വന്നിട്ട് 2.7 സംതിങ്, അതായത് അവതാറിൻ്റെ തൊട്ട് താഴെ കണ്ടാണ് നിൽക്കുന്നത്. ടോട്ടൽ കറക്റ്റ് ഒരു കണക്ക് എനിക്ക് അറിയത്തില്ലെങ്കിലും ഞാൻ ജസ്റ്റ് സ്ക്രീനിൽ കാണിച്ചേക്കാം. അപ്പം ഈ ഒരു കണക്ഷൻ, അതായത് എനിക്ക് തോന്നുന്നു ഒരു 200 മില്യൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ അവതാറിനെ പൊട്ടിക്കാൻ. അതെന്തായാലും നമ്മുടെ ഒരു എൻഡ് ഗെയിമിൻ്റെ റീ റിലീസ് കൊണ്ട് അത് സംഭവിക്കുന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അപ്പം ഈ ഒരു പടത്തിൻ്റെ റീ റിലീസിന് വേണ്ടി ആരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നുള്ള കാര്യം ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കണം. അതേപോലെ തന്നെ ആരൊക്കെ ഇൻഫിനിറ്റി വാറിൻ്റെ റീ റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുള്ള കാര്യം കൂടെ ജസ്റ്റ് നിന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ ആർക്കൊക്കെ ഇൻഫിനിറ്റി വാറാണോ അതോ എൻഡ് ഗെയിമാണോ കൂടുതൽ ഇഷ്ടമുള്ളതെന്നുള്ള കാര്യം ഇത് നമുക്കറിയാൻ പറ്റും. അപ്പം ജസ്റ്റ് അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഇതുപോലുള്ള മാർവൽ DC ഹോളിവുഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓൾ എനേബിൾ ചെയ്തിട്ടിരുന്ന ഞാനപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഇട്ടാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഒരു പുതിയ വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ഗൈസ്.